हेलो दोस्तों, नमस्ते। सबको ठीक है ना? വിശ്വഭാരതി ഹിന്ദി ഓൺലൈൻ ക്ലാസ് में सबको स्वागत। കൂട്ടുകാരെ, ഇന്ന് നമ്മൾ ഹിന്ദിയാണ് എടുക്കാൻ പോകുന്നത്. ഹിന്ദിയിലെ 10ാം ക്ലാസ്സിന്റെ ഫസ്റ്റ് ചാപ്റ്ററായ ബീർബോഡി നമ്മൾ എടുക്കാൻ പോകുന്നത്. ബീർബോഡി എന്താണെന്ന് കൂട്ടുകാർക്ക് അറിയാമോ? ബീർബോഡി എന്നാൽ മഴക്കാലത്ത് വയലേലകളിൽ കാണുന്ന ഒരു ചെറിയ തരം ജീവിയാണ്. ചുവപ്പ് കളറിലുള്ള ഒരു ചെറിയ തരം ജീവിയാണ് ബീർബോഡി. ബീർബോഡിയെ പക്ഷേ കഹാനിയിൽ ബീർബോഡിക്കല്ല പ്രാധാന്യം. ബേല ഔർ സാഹിൽ, ബേലയുടെയും സാഹിൽ രണ്ട് ചെറിയ കൂട്ടുകാരുടെ കഥയ്ക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. അവരുടെ സൗഹൃദത്തിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. ഇത് എഴുതിയിരിക്കുന്നത് ഹിന്ദിയിലെ യുവ കവിയായ പ്രഭാതാണ്. ബാദൽ ബഹുത്ത് ബരസ് ലിയേത്, മഴ നന്നായിട്ട് പെയ്തിട്ടുണ്ടായിരുന്നു. ഫിർ ബി ബഹുത്ത് സാരാ പാനി ഉന്മേ ബജാ ഹുവാ, എന്നാലും എന്താണ് ഇനി മഴ പെയ്യാൻ സാധ്യതയുണ്ടായിരുന്നു. വേ ഗേത്തോം ചെങ്കുളോക്കെ ഊപ്പർ ചായ കുയ്യത്, കാരണം കാർമേഘം വയലിന്റെയും കാടിന്റെയും ഒക്കെ മുകളിൽ അങ്ങോട്ട് വ്യാപിച്ചു കിടക്കുന്നുണ്ടായിരുന്നു. സാര ആകാശ് മേഘോം സെ വരാത, ആകാശം മുഴുവനായിട്ടും എന്താണ് മേഘാവൃതമായിരുന്നു. മേഘോം കെ ഛായാവുമേ ഗീലി ഹവായി ഇതർ ഉദർ ഗൂം രഹീതി, മേഘത്തിന്റെ നിഴലിലൂടെ ഗീലി ഹവായി, ഗീലി എന്ന് പറഞ്ഞാൽ വെറ്റ്, നനഞ്ഞ കാറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും, ഇതർ ഉദർ എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും, ഭൂമി രഹീതി വീശിക്കൊണ്ടിരുന്നു. പേടോക്കെ തന്നെ അബീബി ഗീലേത്, മരത്തിന്റെ താഴ്ത്തടി അതായത് താഴത്തെ ഭാഗം, അബീബി ഗീലേത് ഇപ്പോഴും നനഞ്ഞിട്ടുണ്ടായിരുന്നു. മൂങ്ഫലിയോക്കെ ഹരേ ഗേത്തോമേ പീലെ ഫൂൽ അബീബി ഗീലേത്, അത് മാത്രമല്ല മൂങ്ഫലിയ നിലക്കടലയുടെ ഹരേ ഗേത്തോ നല്ല പച്ചപ്പ് നിറഞ്ഞ പാടമുണ്ട്. അതിൽ പീലെ ഫൂൽ അതിന്റെ മഞ്ഞ പൂക്കൾ അബീബി ഗീലേത് ഇപ്പോഴും നനഞ്ഞിട്ടുണ്ടായിരുന്നു. ഗേത്തോമേ ചോട്ടാ ചോട്ടാ ബാജ്റ ഉഗാദ, വയലിൽ ചെറിയ ചെറിയ ബാജ്റ എന്ന് പറഞ്ഞാല് മില്ലറ്റ്, അതായത് ചോളത്തിന്റെ ചെറിയ ചെറിയ മുള പൊട്ടിയിട്ടുണ്ടായിരുന്നു. ബാജ്റയ്ക്ക് ലംബെ പത്തലെ പാത്തോമേ പാനി കി ബൂന്തെ അടക്കി ഹുയീതി, ബാജ്റ ചോളത്തിന്റെ ലംബെ പത്തലെ, ലംബെ എന്ന് പറഞ്ഞാൽ നീളമുള്ള, പത്തലെ എന്ന് പറഞ്ഞാൽ വളരെ തിന്നായിട്ടുള്ള അതായത് കനം കുറഞ്ഞ, പാത്തോമേ അതിന്റെ ഇലകളില്, പാനി കി ബൂന്തേം അടക്കി ഹുയീതി വെള്ളത്തിന്റെ തുള്ളികൾ ഇങ്ങനെ എന്താണ്, ബൂന്ത എന്ന് പറഞ്ഞാൽ ഡ്രോപ്സ്, തുള്ളികൾ ഇങ്ങനെ എന്താണ് തങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നു. ബാരിഷ് കി ഹവാമേ ഗീലെ ഗേത്തോം ഔർ ബാരിഷ് കി ഹരിയാലിക്ക് ഗന്ധ് ഗുലി ഹുയീതി, മഴയോടൊപ്പം ഉണ്ടായ ആ കാറ്റില് നനഞ്ഞ വയലുകളും അതുപോലെ തന്നെ ബാരിഷ് കി ഹരിയാലി, ആ എന്താണ് മഴയിലുണ്ടായ ആ പച്ചപ്പ്, ഹരിയാലി ഗ്രീനറി, അതിലെന്താണ് അതിന്റെ ഗന്ധം അവിടെ എന്താണ് ഗുലി ഹുയീതി അവിടെ ആകെ കലർന്നിരുന്നു. ഉനെ ബീർബൂഡിയം സെ മിൽന ഹോത്താത, അവർക്ക് അവിടെ ബീർബൂഡികളെ കാണാമായിരുന്നു. സോവേ സ്കൂൾ കേലിയ ഗർസെ കുച്ച് സമയം പഹലെ നിക്കൽ ആത്തേത്, അതുകൊണ്ട് തന്നെ അവർ സ്കൂളിൽ പോകാൻ വേണ്ടി വീട്ടിൽ നിന്ന് കുറച്ച് നേരത്തെ പുറപ്പെട്ടിരുന്നു. കസ്ബെ സെ സഡെ ഇൻ ഗേത്തോമേ ബീർബൂഡിയോ കോ ഗോജ കർത്തേത്, കസ്ബെ എന്ന് പറഞ്ഞ എ സ്മോൾ ടൗൺ, ഒരു ചെറിയ പട്ടണം, അതിനോട് സഡെ ചേർന്ന് കിടക്കുന്ന ഇൻ ഗേത്തോമേ ഈ വയലുകളിൽ ബീർബൂഡിയോ ഗോജ കർത്തേത് ബീർബോഡികളെ അവര് അന്വേഷിച്ചിരുന്നു. സുർഗ് മുലായം ഗർഭതി ബീർബോഡിയ, സുർഗ് എന്ന് പറഞ്ഞാൽ റെഡ് കളറിലുള്ള നല്ല ചുവന്ന നിറത്തിലുള്ള, മുലായം വളരെ സോഫ്റ്റ് ആയിട്ടുള്ള, പിന്നെ എന്താണ് ഗർഭതി നല്ല മൃദുലമായിട്ടുള്ള ബീർബോഡികള്. ധർത്തി പർ ചൽത്തി ഫിർത്തി ഗൂൻ കി പ്യാരി പ്യാരി ബൂന്തെ, ഇവ ഇങ്ങനെ നിലത്തൂടെ എഴയുന്നത് കണ്ടാല് എന്താണ് രക്തത്തിന്റെ തുള്ളികളാണെന്ന് തോന്നും. ബൂന്തെ എന്ന് പറഞ്ഞാൽ തുള്ളികള്. ഉൻകെ ബസ്തെ ഉൻകെ പീഡ് പർ ലതേ ഹോത്തേത്, അവരുടെ ബസ്തെ എന്ന് പറഞ്ഞാൽ ബാഗ്, അവരുടെ ബാഗ് ഉൻകി പീഡ് പർ ലതേ ഹോത്തേത് കന്തോം പർ ഡെങ്കെ ഹോത്തേത്, അവരുടെ ബാഗ് അവരുടെ പുറത്ത് തോളിലുമായിട്ട് എന്ത് ചെയ്തിരുന്നു, തൂക്കിയിട്ടിരുന്നു. ഡെങ്കെ എന്ന് പറഞ്ഞാല് ഹാങ്, തൂക്കിയിടുക. वे एक दूसरे के बहुत नजदीक रहकर बल्कि कहना चाहिए बिल्कुल सड़कर ബീർബോഡിയും ഗോച്ചത്തെ थे, അവർ വളരെ പരസ്പരം ചേർന്ന് നിന്നുകൊണ്ടാണ് ഈ ബീർബോഡികളെ അന്വേഷിച്ചിരുന്നത്. उन्हें देखने के लिए वे बारिश की गंध भरी बुरी जमीन पर बैठ जाया करते थे, അവയെ കാണുന്നതിന് വേണ്ടി അവർ മഴയുടെ ഗന്ധം നിറഞ്ഞ, അതായത് മഴയുടെ ഗന്ധം നിറഞ്ഞ എന്ന് പറഞ്ഞാൽ മണ്ണിന്റെയും ആ പച്ചപ്പിന്റെയും ഗന്ധം നിറഞ്ഞ ബുരി ജമീൻ പർ ബൈറ്റ് ചായ കർത്തേത്, ആ മണ്ണിലേക്ക് എന്താണ് ഇരുന്നിട്ടാണ് അവര് ഈ ബീർബോഡികളെ അന്വേഷിച്ചിരുന്നത്. ബേല ദേക്കോ ഈസ് ബീർബോഡിയോ കാ രംഗ് തുമാരെ റിബൺ കെ ജൈസ ലാൽ ഹെ, നോക്കൂ ബേല, ഈ ബീർബോഡിയുടെ കളറ് നിന്റെ റിബണിന്റെ കളർ പോലെ ചുവപ്പാണ്. സാഹിലിനെ കഹ, സാഹിൽ പറഞ്ഞു. തുമ്നെ കുച്ച് സുനാ ബേല, നീ എന്തെങ്കിലും കേട്ടോ ബേല? ഹാ സുന, അതേ കേട്ടു. പഹലി ഗണ്ടി ലഗ് ഗയി ഹെ, അതേ സ്കൂളിൽ ഫസ്റ്റ് ബെല്ലടിച്ചിട്ടുണ്ട്. ലേക്കിൻ മുझे പെൻ മേ സ്യാഹി ബർവാനി ഹെ,
എന്നാൽ എനിക്ക് പെന്നിൽ മഷി നിറയ്ക്കാനുണ്ട് തൂക്കാൻ സെ കടയിൽ നിന്ന്. 1981 का साल 1981 വർഷം. राजस्थान के जयपुर के नजदीक सवारी गाड़ियों और मालगाड़ियों से सदा भरा फुलेरा जंक्शन. രാജസ്ഥാനിലെ ജയ്പൂരിനോട് നസ്തീക് എന്ന് പറഞ്ഞാൽ അടുത്ത് കിടക്കുന്ന സവാരി ഗാഡിയും യാത്രാ വണ്ടികളും അതോടൊപ്പം തന്നെ എന്താണ് മാൽഗാഡിയും ചരക്കു വണ്ടികളും കൊണ്ട് സദാബര എല്ലായ്പ്പോഴും നിറഞ്ഞു കിടക്കുന്ന ഫുലേര എന്ന് പറയുന്ന ജംഗ്ഷന്. കസ്ബയ്ക്ക് ലഘുബ് സുനി തങ്ക് ഗലിയ, പിന്നെ എന്താണ് പട്ടണത്തോട് ചേർന്ന് കിടക്കുന്ന ശൂന്യമായിട്ടുള്ള എന്താണ് തങ്ക് എന്ന് പറഞ്ഞാൽ നേറോ വളരെ ഇടുങ്ങിയ ഗലിയ തെരുവുകള്. ഗലിയോം കെ ഗാമോസ് കടെ ബിജലി കെ ഖംബെ, പിന്നെ എന്താണ് ഈ തെരുവുകളിലായിട്ട് എന്താണ് നിശബ്ദമായിട്ട് കിടക്കുന്ന ഗാമോസ് എന്ന് പറഞ്ഞാൽ എന്താണ് സൈലന്റ് നിശബ്ദമായ ഗഡെ ബിജലി കെ ഖംബെ വൈദ്യുത പോസ്റ്റുകൾ. ഖംബോം കെ ബീച്ച് ഘീഞ്ചി താരോം കി കതാരി, പിന്നെ എന്താണ് ഈ പോസ്റ്റുകൾക്കിടയിലൂടെ വലിച്ചിരിക്കുന്ന താരം എന്ന് പറഞ്ഞ കമ്പികളുടെ കതാരി നിരകൾ. इन गलियों के जहां तहां दिखाई पड़ते मीठी गंडियों बचाते फेरी वाले, പിന്നെ ഈ തെരുവുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കാണാമായിരുന്നു മീട്ടി ഗണ്ടിയോ നല്ല മധുര ശബ്ദം മുഴക്കിക്കൊണ്ടുള്ള ബജാത്തെ എന്ന് പറഞ്ഞാൽ മുഴക്കിയിട്ടുള്ള ഫേരി വാല് നടന്ന് വിൽപ്പനക്കാര് അല്ലെ വഴിയോര കച്ചവടക്കാര്. एक अंधेरी सी गली में छह सात गधों की गुरों की टापों की आवाज. ആ ഇരുട്ട് നിറഞ്ഞിട്ടുള്ള തെരുവിൽ 6-7 എന്താണ് ഗതോം എന്ന് പറഞ്ഞാല് കഴുതകളുടെ എന്താണ് ഗുറോങ്കി ടാപ്പും അവരുടെ കുളമ്പടിയുടെ ശബ്ദം കേൾക്കാമായിരുന്നു. ഉൻകെ പീച്ചെ ചർത്ത ഏക് ബദൻ ഉഗാടെ കുംഹാർ, അതിന്റെ പിന്നാലെ നടന്നു വരുന്ന ശരീരം മറയ്ക്കാത്ത ഒരു കുശവനും. ഇസി ദൃശ്യക്കെ ബീച്ച് ഗുജറത്തെ കുയെ ദോ സ്കൂളി ബെച്ചെ ബേല ഔർ സാഹിൽ, ഈ ദൃശ്യത്തിനിടയിലൂടെ കടന്നു വരുന്ന 2 സ്കൂൾ കുട്ടികളാണ് ബേലയും സാഹിലും. ഉൻ ദിനോ മേ പെൻ മേ 5 പൈസേ മേ നീലി സ്യാഹി ബരി ജാതി തി, ആ ദിവസങ്ങളിലെല്ലാം തന്നെ പെന്നില് 5 പൈസക്ക് അവർക്ക് എന്താണ് മഷി നിറയ്ക്കാൻ കഴിയുമായിരുന്നു, നീലമഷി നിറയ്ക്കാൻ കഴിയുമായിരുന്നു. സ്റ്റേഷനറി കെ ദുക്കാൻ വാലെ ഡ്രോപ്പർ സെ പെൻ മേ സ്യാഹി ഭർത്തേ തെ, സ്റ്റേഷനറി കടക്കാരൻ ഡ്രോപ്പർ എന്ന് പറഞ്ഞാൽ കുട്ടികൾക്കൊക്കെ നമ്മൾ മരുന്ന് കൊടുക്കുന്ന ഫില്ലറില്ലേ അതാണ് ഡ്രോപ്പർ എന്ന് പറയുന്നത്. അതിൽ എന്ത് ചെയ്യും പെന്നെ സ്യാഹി ഭർത്തേ തെ, അത് എന്ത് ചെയ്യുക പെന്നില് മഷി, അതുകൊണ്ട് പെന്നില് മഷി നിറച്ചു കൊടുത്തിരുന്നു. പെന്നെ കുച്ച് സ്യാഹി ബെജീതി, പെന്നിൽ കുറച്ച് മഷി മിച്ചമുണ്ടായിരുന്നു. ബെജി എന്ന് പറഞ്ഞാൽ മിച്ചമുണ്ടായിരുന്നു അല്ലെങ്കിൽ അവശേഷിച്ചിരുന്നു എന്ന് പറയാം. ഉസേ സാഹിലിനെ ജമീൻ പർ ചിടക്ക് ദിയ, അത് സാഹിൽ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ ജമീൻ നിലത്തേക്ക് എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ കുടഞ്ഞു കളഞ്ഞു. നയി സ്യാഹി ബർവാനെ കേലിയ ദോനോ ദൂക്കാൻ പർ പപ്പുഞ്ചെ, പുതിയ മഷി നിറയ്ക്കുന്നതിന് വേണ്ടി 2 പേരും എന്ത് ചെയ്ത് കടയില് എത്തി. ദോനോ ദൂക്കാൻ പർ പപ്പുഞ്ചെ, 2 പേരും കടയിലെത്തി. ഏക് പെൻ മേ സ്യാഹി ഭർ ദോ, സാഹിൽ സെ പഹലെ ഹി ബേലാനെ ദൂക്കാൻ വാലെ സെ കഹ, ഈ പെന്നിൽ മഷി നിറച്ചു തരൂ. സാഹിൽ പറയുന്നതിന് മുമ്പേ തന്നെ ആര് പറഞ്ഞു? ബേല പറഞ്ഞു. ബേട്ട സ്യാഹി കി ബോതൽ അബി ബി കാലി ഹോ ഗയി, മക്കളെ മഷിക്കുപ്പി ഇപ്പോൾ എന്താണ് ഒഴിഞ്ഞതേയുള്ളൂ. അബി തോ കൽഹി മിൽ പായേഗി, ഇനി നാളെയേ കിട്ടുകയുള്ളൂ. ലേക്കിൻ നിസ്സേ തോ പെൻ മേ ജോ സ്യാഹി ദി ഉസേ ജമീൻ പർ ചിടക്ക് ദിയ ബേല ബോല, ഇതിൽ ഈ പെന്നിൽ കുറച്ച് മഷി ഉണ്ടായിരുന്നു, അത് ഇവൻ എന്ത് ചെയ്തു നിലത്തേക്ക് കുടഞ്ഞു കളഞ്ഞു. ബേല ആരോട് പറഞ്ഞു? ദുക്കാൻദാരോട് പറഞ്ഞു, അതായത് കടക്കാരനോട് പറഞ്ഞു. ബാദൽ കോ ദേഖ് കർ ഗഡേ കോ നിഹി ഡുലാന ചാഹിയെ, മഴമേഘത്തെ കണ്ടിട്ട് കുടത്തിലെ വെള്ളം ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ചരിച്ചു കളയാൻ പാടില്ല. കാരണം കാർമേഘ, അതായത് ആകാശത്ത് കാണുന്ന കാർമേഘങ്ങളൊന്നും തന്നെ എന്താണ് പെയ്യണമെന്നില്ല. അത് വിചാരിച്ച് നമ്മൾ ഒരിക്കലും എന്താണ് കുടത്തിലെ ഉള്ള വെള്ളം എന്ത് ചെയ്യരുത്, ചരിച്ചു കളയരുത്. ദുക്കാൻ വാലെ ഭയ്യാനെ കഹ ഔർ പൂച്ച കോൺസി മേ പഠിത്തേ ഹോ, ഇത് പറഞ്ഞതിന് ശേഷം അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നത്? 5वीं में, 5ാം ക്ലാസ്സിൽ. സാഹിൽ ऐसे बुरे मन से बताया जैसे 5वीं में पढ़ना पाप हो, സാഹിൽ വളരെ വിഷമത്തോടെയാണ് അത് പറഞ്ഞത്. കാരണം അവന് 5ാം ക്ലാസ്സിൽ പഠിക്കുക എന്നത് എന്താണ് വിഷമമുള്ള കാര്യമായിരുന്നു. അതുകൊണ്ട് ആ വിഷമത്തോടെയാണ് അവൻ അത് പറഞ്ഞിരുന്നത്. ദോനോ ദുക്കാൻ ഭയ്യനെ കഹ, 2 പേരുമോ? കടക്കാരൻ ചോദിച്ചു. ഹാ ദോനോ, അതേ 2 പേരും. ഔർ ഹം ദോനോ കാ സെക്ഷൻ ബി ഏക് ഹി ഹെ എ, ഞങ്ങൾ 2 പേരും എന്താണ് ഒരേ ഡിവിഷൻ എയിലാണ് പഠിക്കുന്നത്. ബേലാനെ ഇസെ ഖുഷ് ഹോക്കർ ബതായ, ബേല വളരെ സന്തോഷത്തോടെയാണ് അത് പറഞ്ഞത്.
ജയ്സെ വഹ് കോയി ബഹുത്ത് ബഡി ബാത് ഹെ, എന്തോ ഒരു വലിയ കാര്യം പറഞ്ഞതുപോലെയാണ് അവൾ അത് പറഞ്ഞിരുന്നത്. ക്ലാസ് മേ ദോനോ പാസ് പാസ് ബൈഠത്തെ थे, ക്ലാസ്സിൽ രണ്ടുപേരും അടുത്തടുത്താണ് ഇരുന്നത്. കാപ്പി മേ കാം കർത്തേ തോ ദോനോ കാപ്പി മേ കാം കർത്തേ थे, ഈ നോട്ടിൽ എഴുതുകയാണെങ്കിൽ രണ്ടാളും ഒരേ സമയത്താണ് നോട്ടിൽ എഴുതുക. കിതാബ് പഠിത്തേ തോ ദോനോ കിതാബ് പഠിത്തേ, ഇനിയിപ്പോ എന്താണ് പുസ്തകം വായിക്കുകയാണെങ്കിൽ രണ്ടുപേരും ഒരേ സമയത്താണ് ഒരേ പുസ്തകം തന്നെയാണ് വായിക്കുക. ബൽക്കി പാഠ് ഭി ഏക് ഹി പഠിത്തേ ഹെ, ഒരേ പാഠം തന്നെയാണ് വായിക്കുക. സാഹിൽ ചമക്കുടി സൻ 57 में वह തൽവാർ പുരാനി थी, സാഹിൽ പറയും തിളങ്ങുന്ന ആ 57 വാൾ പഴയതായിരുന്നു എന്ന്. ബേല ഭി ചമക്കുടി സൻ 57 में वह തൽവാർ പുരാനി थी പഠിത്തി थी, അത് തന്നെ ആരും വായിച്ചിരുന്നു? ബേലയും വായിച്ചിരുന്നു. बेला कहती बहन जी पानी पीने चली जाओ, സാഹിൽ भी कहता बहन जी पानी पीने चले जाओ. ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് രണ്ടുപേരും എന്താണ് ഒരേ സെന്റൻസ് ഒരേ സമയത്ത് വായിച്ചിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്ര വരെയാണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. അടുത്ത ഭാഗം അടുത്ത ക്ലാസ്സിൽ എടുക്കുന്നതായിരിക്കും. അതിനു മുന്നേ നിങ്ങളോട് 2-3 ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കുകയാണ്. ആ ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾ വാട്സപ്പിലൂടെ എനിക്ക് അയച്ചു തരണം. फर्स्ट क्वेश्चन, बीर बहुड़ी किस विधा की रचना है? बीर बहुड़ी किस विधा की रचना है? രണ്ടാമത്തെ क्वेश्चन, इसका कहानीकार कौन है? इसका कहानीकार कौन है? മൂന്നാമത്തെ क्वेश्चन है, बीर बहुड़ी की तुलना कहानीकार ने किससे की है? बीर बहुड़ी की तुलना कहानीकार ने किससे की है? ഇതുവരെയാണ് ഇന്ന് എടുക്കുന്നത്. അപ്പോൾ മറ്റൊരു ക്ലാസ്സിൽ കാണാം. ധന്യവാദം.